പരീക്ഷയുടെ തിരക്കിലാണല്ലേ നിങ്ങൾ? ഒരല്പം ഭയം കൂടിയുണ്ട് നിങ്ങൾക്ക്. എന്നാൽ ഭയക്കേണ്ടതില്ല. ആത്മവിശ്വാസം കൈവരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ പരീക്ഷയ്ക്ക് തയ്യാറാണ്, റെഡിയാണ്, ഉത്തരങ്ങൾ എഴുതാൻ എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. ഇത് നിങ്ങളെ വിധി എഴുതാൻ വേണ്ടിയുള്ളതല്ല. ഈ തോൽവിയും ഈ പരാജയം ഈ പരീക്ഷയൊന്നും നിങ്ങളെ വിധിക്കുകയല്ല, മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എത്ര കണ്ട് ഓരോ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള ചെറിയൊരു പരിശോധന. നമുക്കറിയാം, ഈ ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ കൊല്ലം പരീക്ഷ പോലെയല്ല. അത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് ഇതൊരു എളുപ്പമാണ്. അതുപോലെ ഇതൊരു ചെറിയൊരു ടെസ്റ്റ് മാത്രം, നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളൊരു നോക്കൽ മാത്രമാണ്. അതേപോലെ നിങ്ങളുടെ പരീക്ഷ പേപ്പറുകൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആ സമയത്ത് തന്നെ ഒന്ന് നന്നായി ശ്വാസമെടുത്ത് നന്നായി ബ്രീത്തിങ് ചെയ്ത് നന്നായി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ദീർഘശ്വാസം വലിച്ച് വിടുക. അതേപോലെ ടെൻഷനുകൾ കളയുക. ധൈര്യസമേതം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഇത് നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. ഇനിയുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈസിയാക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കിട്ടാത്ത ഉത്തരങ്ങൾ പോലും വരുത്താൻ അത് സഹായിക്കും. അതേപോലെ എഴുതുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയിലും വെടിപ്പിലും എഴുതി വെക്കുക. കാരണം നല്ല മനസ്സിലാക്കുന്ന ടീച്ചറാണെങ്കിൽ, നല്ല അറിയാവുന്നൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ സ്വഭാവവും എല്ലാം ആ എഴുത്തുകൊണ്ട് തന്നെ അവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കാനും ചില മേഖലകളിൽ നല്ല മാർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ അറിയാത്ത പ്രയാസപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നും തന്നെ വിട്ടുപോയി ഇതെനിക്ക് അറിയില്ല എന്ന് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോകരുത്, വിട്ടുകളയരുത്. നിങ്ങൾ വീണ്ടും വായിച്ച് കുറച്ചും കൂടി ആലോചിച്ച്, സമയമുണ്ടെങ്കിൽ കുറച്ചും കൂടി വീണ്ടും ആലോചിച്ച് നിങ്ങൾക്കറിയുന്ന ഉത്തരങ്ങൾ നല്ല വൃത്തിയിലും വെടിപ്പിലും എഴുതി വെക്കുക. അതേപോലെ ഇനി നിങ്ങൾക്ക് തീരെ മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ടീച്ചറോട് ചോദിക്കാനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ചോദിക്കാനോ നമ്മൾ മടി കാണിക്കരുത്. ഈ അവസരത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചേക്കാം. അതൊക്കെ മനസ്സിലാക്കി അറിയുന്ന രീതിയിൽ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ പരീക്ഷയും നിങ്ങളുടെ ഇനിയുള്ള പരീക്ഷകളും സന്തോഷകരമാകട്ടെ, വിജയമാകട്ടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ആശംസിച്ച് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.